ॐ ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तु ते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. നാം 13-ാമത്തെ അധ്യായം തുടർന്നുകൊണ്ട് പോവുകയാണ്. പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ എന്നിവയെ പ്രതിപാദിക്കുന്നതാണ് 13-ാമത്തെ അധ്യായം. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അർജുനൻ ചോദ്യം ചോദിക്കുകയാണ്. പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ്, ക്ഷേത്രജ്ഞൻ എന്താണ്, ക്ഷേത്രം എന്താണ്, ജ്ഞാനം എന്താണ്, ജ്ഞേയം എന്താണ്, ഇങ്ങനെ പല പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും ആദ്യത്തെ 7 ശ്ലോകങ്ങളിൽ ഭഗവാൻ വിശദീകരിക്കുന്നു. അതിനുശേഷം 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ ജ്ഞാനം എന്തെന്നാണ് ഭഗവാൻ പ്രതിപാദിക്കുവാൻ പോകുന്നത്. അതിൻ്റെ തുടക്കം നാം വായിച്ചു. ഹരേ കൃഷ്ണ. അതിൽ ഇനിയും നമുക്ക് ഏതാണ് ഓരോരോ ജ്ഞാനം, എന്തിലൂടെയാണ് ജ്ഞാനം ലഭിക്കുന്നത്, അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തുടങ്ങുന്നത് തന്നെ അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം എന്നിങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഓരോരോ വാക്കുകളും എന്താണ് അർത്ഥമാക്കുന്നതെന്നും അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം എന്നും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആദ്യം നോക്കാം. നമ്മുടെ തുടക്കത്തിൽ ആദ്യത്തെ 1-2 പേജ് വായിച്ചു കഴിഞ്ഞു. ശാരീരികമായ ഹിംസ അഥവാ ഉപദ്രവം ചെയ്യാതിരിക്കലാണ് അഹിംസ എന്ന് സാമാന്യേന വിശ്വസിക്കപ്പെടുന്നു. ആണല്ലോ അഹിംസ. ഇത് തികച്ചും ശരിയല്ല. യഥാർത്ഥത്തിൽ അഹിംസ എന്നാൽ പരദ്രോഹം ചെയ്യാതിരിക്കലാണ്. സാമാന്യ ജനങ്ങൾ ജീവിതം ഭൗതികമെന്ന സങ്കല്പത്തിൽ കുടുങ്ങിയവരാണ്. അതുകൊണ്ട് അവർക്ക് നിരന്തരം ഭൗതിക ക്ലേശങ്ങളെ അനുഭവിക്കേണ്ടി വരുന്നു. ജനങ്ങളെ ആധ്യാത്മിക ബോധത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കാത്തവർ ഹിംസാ നിരതരെന്ന് തന്നെ കരുതാം. ജനങ്ങൾക്ക് യഥാർത്ഥ ജ്ഞാനം പകർന്നു കൊടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് ഭൗതിക ബന്ധങ്ങൾ ഒഴിഞ്ഞ് ഉദ്ബുദ്ധകളാകണം. അതാണ് അഹിംസ. അപ്പോൾ ഇവിടെ അഹിംസയുടെ നിർവചനം എന്താണ്? പരദ്രോഹം ചെയ്യാതിരിക്കലാണ് അഹിംസ. പരദ്രോഹം എങ്ങനെയാണ് നാം ചെയ്യുന്നത്? നമുക്ക് ഭഗവാനെ പറ്റിയുള്ള അറിവുണ്ടെങ്കിൽ ഈ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു നൽകുന്നില്ലെങ്കിൽ അത് പരദ്രോഹമാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഭഗവാനെ പറ്റിയുള്ള യഥാർത്ഥ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ്. ആ അറിവ് നമുക്കുണ്ടായിട്ട് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നില്ലെങ്കിൽ അത് ഹിംസയായി കാണണം. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭഗവത്ഗീത ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു നൽകുക. ഇത് അഹിംസയുടെ ഭാഗമാണ്. മനസ്സിലായില്ല? ഇതാണ് അഹിംസ. ഉദാഹരണത്തിന് അതുകൊണ്ടാണ് മറ്റ് പല ആധ്യാത്മിക സംഘടനകളും
ഹരികൃഷ്ണ പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം. ഹരികൃഷ്ണ പ്രസ്ഥാനം എന്ന് പറയുന്നത് പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രചാരണമാണ് ഈ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകം. തീർച്ചയായിട്ടും നമ്മുടെ സാധന, നമ്മുടെ സേവനം ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിനുപരിയായിട്ട് പ്രചരണം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതുകൊണ്ടാണ് അഹിംസ എന്ന് പറഞ്ഞാൽ പ്രചാരണം. നാം ഭഗവത്ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നില്ലെങ്കിൽ അത് ഹിംസയാണ്. ഉദാഹരണത്തിന് നമുക്ക് ക്യാൻസറിന് മരുന്നുണ്ട് എന്നിരിക്കട്ടെ. നമുക്ക് ക്യാൻസറിന് മരുന്നുണ്ട്, എത്രയോ പേര് ക്യാൻസർ ബാധിച്ച് വിഷമിക്കുന്നു. നമ്മുടെ കയ്യിൽ ആ മരുന്നുണ്ടായിട്ടും ആ മരുന്ന് മറ്റുള്ളവർക്ക് നൽകുന്നില്ലെങ്കിൽ അത് ഹിംസയാണ്. നാം ശാരീരികമായിട്ട് ഹിംസ ചെയ്യുന്നില്ല എന്ന് പറയാം, പക്ഷേ നമുക്ക് ക്യാൻസറിനുള്ള പ്രതിവിധിയുണ്ട്, എന്നിട്ട് പോലും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നില്ലെങ്കിൽ അത് ഹിംസയായി കരുതുന്നു. അതുപോലെ തന്നെ ഈ ഭവമോഹ ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തി നേടാനുള്ള ഭൗഷധം നമുക്കുണ്ട്. ഈ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു നൽകുന്നില്ലെങ്കിൽ അത് ഹിംസയാണെന്ന് പറയുന്നു. ഇതാണ് അഹിംസ എന്ന വാക്കിന്റെ അർത്ഥം. തന്നെ മറ്റുള്ളവർ പുച്ഛിക്കുന്നതും അപമാനിക്കുന്നതും എല്ലാം പൊറുക്കാൻ പരിശീലിക്കണം. ഇതാണ് ക്ഷമ. ആധ്യാത്മിക ജ്ഞാനത്തിൽ പുരോഗമിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അന്യരിൽ നിന്ന് ഒട്ടേറെ നിന്ദകളും അപമാനങ്ങളും ഏൽക്കേണ്ടി വന്നേക്കാം. ഭൗതിക പ്രകൃതിയുടെ സ്വാഭാവികമായ ഘടനയനുസരിച്ച് അങ്ങനെ വന്നേ തീരൂ. ജ്ഞാനാർജനത്തിൽ തൽപരരായിരുന്ന പ്രഹ്ലാദനെ 5 വയസ്സുകാരന് പോലും താൻ വളർത്തിയെടുത്ത് ഭക്തിയിൽ വെറുപ്പ് തോന്നിയ സ്വപിതാവിൽ നിന്ന് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നു. തന്നെ കൊല്ലാൻ അച്ഛൻ പല പ്രകാരം ശ്രമിച്ചെങ്കിലും പ്രഹ്ലാദൻ ക്ഷമിച്ചതേയുള്ളൂ. ആധ്യാത്മിക ജ്ഞാനത്തിന്റെ പുരോഗതിക്ക് എണ്ണമറ്റ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതെല്ലാം ക്ഷമിച്ച് മുന്നേറാനുള്ള നിശ്ചയദാർഢ്യം നമുക്ക് വേണം. അപ്പൊ നോക്കൂ, എന്താണ് ഇവിടുത്തെ വാക്കെന്താണ്? ക്ഷമയെ പറ്റിയാണ് പറയുന്നത്. അമാനിത്വം, അദംഭത്വം, അഹിംസ, ക്ഷാന്തിരാർജവം. ഇവിടെ പറയുന്നു അമാനിത്വം, വിനയം, അദംഭത്വം, അഹംഭാവമില്ലായ്മ. ഇതാണ് യഥാർത്ഥത്തിലുള്ള അഹംഭാവമില്ലായ്മ. അഹിംസ, അത് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ ക്ഷാന്തി, അതാണ് ക്ഷമ. അപ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. നമ്മുടെ ഭക്തിമാർഗത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകാം. അത് ശാരീരികമാകാം, അത് മാനസികമാകാം, അത് മറ്റ് ആളുകളിൽ നിന്നാകാം, സന്ദർഭങ്ങളിൽ നിന്നാകാം. എങ്ങനെ നോക്കിയാലും പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായേ മതിയാകൂ. ആ തടസ്സങ്ങളെ മാറ്റി മുൻപിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് യഥാർത്ഥത്തിലുള്ള ക്ഷമ. അപ്പോൾ പലപ്പോഴും പല മാനാപമാനങ്ങളെയും സഹിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട് നമുക്ക് മുൻപിലേക്ക് പോകണം. ഇതിൻ്റെ പേരാണ് യഥാർത്ഥത്തിലുള്ള ക്ഷമ. ഏറ്റവും വലിയ ഉദാഹരണം നൽകുന്നത് പ്രഹ്ലാദൻ്റെതാണ്. പ്രഹ്ലാദ മഹാരാജാവ് എങ്ങനെയായിരുന്നു? പല വിധത്തിലും സ്വന്തം പിതാവ് ഹിരണ്യകശിപു വധിക്കുവാൻ ശ്രമിച്ചു. എന്നിരുന്നാലും പ്രഹ്ലാദൻ അതെല്ലാം ക്ഷമിച്ച് അതിന് മറുപടിയായിട്ടൊന്നും തന്നെ ചെയ്തില്ല. സ്വന്തം ഭക്തിയിൽ മുൻപിലേക്ക് പോയി. സ്വന്തം അച്ഛൻ വധിക്കുവാൻ ശ്രമിച്ചെങ്കിൽ പോലും അവസാനം നരസിംഹദേവനോട് പ്രഹ്ലാദൻ എന്താണ് ചോദിച്ചത്? എൻ്റെ അച്ഛന് മുക്തി നൽകണം. ഇതാണ് ചോദിച്ചത്. അപ്പോൾ എല്ലാ ക്രൂരതകളും ക്ഷമിച്ചുകൊണ്ട് മുൻപിലേക്ക് പോയി. ഇതാണ് ക്ഷമ. അടുത്തത്, യഥാർത്ഥ സത്യം യാതൊരു നയകൗശലവും കൂടാതെ ശത്രുവിനോട് പോലും ആർജവത്തോടെ തുറന്നു പറയാനുള്ള കഴിവാണ് ലാളിത്യം. ഒരു ആധ്യാത്മിക ആചാര്യനെ സ്വീകരിക്കുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്തതാണിത്. വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ ഉപദേശം കൂടാതെ ആർക്കും ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഉദ്ഗതി സാധ്യമാവില്ലതാനും. ഗുരുവിനെ ശിഷ്യൻ അത്യന്തം വിനയത്തോടെ സമീപിക്കുകയും അദ്ദേഹത്തിന് വേണ്ടുന്ന പരിചര്യകളെല്ലാം ചെയ്യുകയും വേണം. അങ്ങനെ ശുശ്രൂഷിക്കുന്ന ശിഷ്യനിൽ ഗുരുവിന് പ്രീതിയുണ്ടാവും. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആ ശിഷ്യന് വേണ്ടുവോളം ലഭിക്കുകയും ചെയ്യും. വിശ്വാസ്യനായ ഒരു ഗുരു കൃഷ്ണന്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന്
പാത്രീഭവിച്ച ശിഷ്യന് വിധിപൂർവ നിബന്ധനകൾ അനുസരിച്ചില്ലെങ്കിൽ പോലും സത്വരമായ പുരോഗതി ഉണ്ടാവും. മറിച്ച് ഗുരുവിനെ ഉള്ളൊഴിഞ്ഞ് സേവിക്കുന്ന ശിഷ്യന് ഒരു നിബന്ധനകളും നിയമങ്ങളും പാലിക്കാൻ പ്രയാസമായി തീരും. അപ്പോൾ ഗുരുവിൻ്റെ ഉപദേശം ശിഷ്യർ തീർച്ചയായിട്ടും സ്വീകരിക്കണം. ഒരാൾക്ക് പറയാം എനിക്കിപ്പോൾ ഗുരുവില്ല എന്ന്. എങ്കിൽ പ്രഭുപാദരുടെ ശിക്ഷണങ്ങൾ നമുക്ക് ഭഗവത്ഗീതയിൽ ലഭിക്കുന്നുണ്ട്, ഭാഗവതത്തിൽ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരാൾ ദീക്ഷ എടുക്കുകയാണെങ്കിൽ ആദ്യം, അല്ലെങ്കിൽ ദീക്ഷയ്ക്ക് മുൻപും ആദ്യത്തെ നമ്മുടെ കർത്തവ്യം, ആദ്യത്തെ നമ്മുടെ ചുമതല, ആദ്യത്തെ നമ്മുടെ സേവനം എന്ന് പറയുന്നത് നാമജപമാണ്. അതാണ് ആദ്യത്തെ സേവനം. അതിനുശേഷമാണ് മറ്റ് സേവനങ്ങളെല്ലാം. ഇതുപോലെ തന്നെ ഗുരു നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ ഗുരുവിനോടുള്ള ആദ്യത്തെ സേവനം എന്ന് പറയുന്നത് എന്താണ്? ഗുരു പറയുന്നത് കേൾക്കുക. ഗുരു ഭാഗവതം ക്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവത്ഗീത ക്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രവണം. ഗുരു എന്താണോ പറയുന്നത് അത് കേൾക്കുക. അതാണ് ശ്രവണമാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അപ്പോൾ ഗുരുവിനോടുള്ള ആദ്യത്തെ സേവനം എന്ന് പറയുന്നത് ശ്രവണമാണ്. തുടർച്ചയായിട്ടുള്ള ഗുരുസേവനം തുടങ്ങുന്നത് നാമജപത്തിലൂടെയാണ്. 16 മാല മിനിമം ജപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 മാല ജപിക്കുക. ഇതാണ് അതിൻ്റെ തുടക്കം. പിന്നെ ഗുരു നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ, ഗുരു ഇപ്പോൾ ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ ഗുരു പറയുന്നത് എന്തോ അത് കേൾക്കുക. അല്ലെങ്കിൽ ഓൺലൈനിൽ ഗുരു ക്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേവനമാണ്, മറ്റ് സേവനങ്ങൾക്ക് ഉപരി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം മെൽബണിൽ തമൽ കൃഷ്ണ മഹാരാജ് വന്നു. തമൽ കൃഷ്ണ മഹാരാജ് നിങ്ങൾക്കറിയാം, പ്രഭുപാദരുടെ ഏറ്റവും അടുത്ത ഒരു ശിഷ്യനായിരുന്നു. പല ദിക്കുകളിലും പ്രചാരണത്തിന് വേണ്ടിയിട്ട് പ്രഭുപാദർ ഉപയോഗിച്ച ശിഷ്യനാണ് തമൽ കൃഷ്ണ മഹാരാജ്. പ്രഭുപാദര് തമൽ കൃഷ്ണ മഹാരാജാവിനോട് ചൈനയിൽ പ്രചാരണം ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചു. അങ്ങനെ ഇന്ന് ചൈനയിൽ ഭക്തന്മാരുള്ളത് തമൽ കൃഷ്ണ മഹാരാജാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പം അദ്ദേഹം സമാധിയായി, വർഷങ്ങൾക്ക് മുമ്പ് സമാധിയായി. അപ്പം അദ്ദേഹം മെൽബണിൽ വന്നപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ശിഷ്യന്മാരും മഹാരാജാവിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യാനുള്ള റൂം സെറ്റ് ചെയ്യാനായിട്ട് അതിന് പോയി. അങ്ങനെ ഭാഗവതത്തിൽ പ്രധാനപ്പെട്ട പല ശിഷ്യന്മാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് മഹാരാജ് ചോദിച്ചു, നിങ്ങളെല്ലാം എവിടെ പോയി? ക്ലാസ്സിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു, പക്ഷെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഗുരു മഹാരാജ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനായിട്ടും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇത് സെറ്റ് ചെയ്യാനായിട്ടും അങ്ങനെ എല്ലാവരും 3-4 പേര് ഇതിനു വേണ്ടി പോയി എന്ന് പറഞ്ഞു. മഹാരാജ് പറഞ്ഞു, ഗുരു വരുമ്പോൾ ആദ്യത്തെ സേവനം എന്ന് പറയുന്നത് ഗുരു ഭാഗവതം ക്ലാസ് കൊടുക്കുമ്പോൾ അത് ശ്രവിക്കുക, അത് കേൾക്കുക. ഇതാണ് ആദ്യത്തെ സേവനം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അതിന് റൂം സെറ്റ് ചെയ്യാനായിട്ട് എത്ര പേര് വേണം? ഒരാളുടെ പോരെ. എന്തിനാണ് എല്ലാവരും കൂടി ഇതിനു വേണ്ടി പോകുന്നത്? അപ്പൊ ആദ്യത്തെ സേവനം എന്ന് പറയുന്നത് ശ്രവണമാണ്. ഈ മുൻപ് പറഞ്ഞ പോലെ പ്രചാരണവും വളരെ പ്രധാനപ്പെട്ട സേവനമാണ്. പ്രഭുപാദർ പറഞ്ഞു, അമ്പലത്തിൽ പൂജ ചെയ്യാനായിട്ട് നമുക്ക് പൈസ കൊടുത്താൽ ആരെങ്കിലും വരുത്താം. അമ്പലം വൃത്തിയാക്കാനായിട്ട് ആർക്കെങ്കിലും നമുക്ക് പെയ്ഡായിട്ട് നമുക്ക് ഏതെങ്കിലും എംപ്ലോയിയെ കൊണ്ടുവരാം. പക്ഷേ പ്രചാരണം നടത്താനായിട്ട് നമുക്ക് പെയ്ഡ് സ്റ്റാഫിനെ കിട്ടില്ല. പ്രചാരണം ഭക്തന്മാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഗുരുവിനോടുള്ള സേവനം എന്ന് പറയുന്നത്. ഗുരു ശുശ്രൂഷ. അങ്ങനെ ശുശ്രൂഷിക്കുന്ന ശിഷ്യൻ ഗുരുവിനെ പ്രീതിപ്പെടുത്തുന്നു. ഗുരുവിന്റെ അത്യന്തം വിനയത്തോടെ സമീപിക്കും. അദ്ദേഹത്തിന് വേണ്ടുന്ന പരിചര്യങ്ങളെല്ലാം ചെയ്യുകയും വേണം. അപ്പോൾ ഗുരുവിനെ ഇതുപോലെ ഗുരു നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, അത് അനുഷ്ഠിക്കുക. അതുപോലെ തന്നെ ഗുരുവിന് എന്താണോ വേണ്ടത്, ഗുരുവിന് താമസ സൗകര്യം വേണമെങ്കിൽ പ്രസാദം, ഗുരുവിൻ്റെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ, ഇതെല്ലാം നിറവേറ്റി കൊടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം സേവനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഗുരുവിന് വപുവുണ്ട്, വാണിയുമുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ വാണി എല്ലായ്പ്പോഴും നമുക്ക് ഗുരുവിൻ്റെ വാണിയെ സേവിക്കുവാൻ സാധിക്കും. പക്ഷെ ഗുരുവിൻ്റെ വപുവിനെ എപ്പോഴേ സേവിക്കാൻ സാധിക്കുള്ളൂ? ഗുരു നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഗുരുവിൻ്റെ വപുവിനെ സേവിക്കാം. അപ്പോൾ 2 കാര്യങ്ങളാണ്, വപുവും വാണിയും. ഇതിൽ ഏറ്റവും പ്രധാനം വാണിയാണ്. എന്തുകൊണ്ടാണ്? ഗുരുവിൻ്റെ വപു എല്ലാ കാലത്തും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്നില്ല. ഗുരു ഈ ലോകത്തു നിന്ന് വിട്ടുപോയി എന്നിരിക്കും. പക്ഷേ വാണി അല്ലെങ്കിൽ ഉപദേശങ്ങൾ എല്ലായ്പ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് പ്രഭുപാദർ പറഞ്ഞത്, ഞാൻ എല്ലാ കാലത്തും എൻ്റെ ഉപദേശങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന്. ഇതെല്ലാവരും മനസ്സിലാക്കണം. എന്താണ് ഗുരു ശുശ്രൂഷ? ഗുരുവിനെ നമുക്ക് ശാരീരികമായിട്ടുള്ള സേവനം ചെയ്യണം. ഇത് കൂടാതെ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ അനുഷ്ഠിക്കണം. അതിൽ ഭാഗവതം ക്ലാസ് നടക്കുമ്പോൾ കേൾക്കുക,
നമ്മുടെ നാമം ജപിക്കുക, പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇതിലൂടെ ഗുരു നമ്മളിൽ പ്രീതനാകും. അങ്ങനെ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദം യസ്യ അപ്രസാദാത് നഗതി കുതോപി. ഗുരുവിന്റെ പ്രസാദത്താൽ ഭഗവാൻ പ്രസാദിക്കപ്പെടും. ഗുരുവിന്റെ അതൃപ്തിയാൽ, അപ്രസാദത്താൽ ഭഗവാൻ പ്രീതനാകില്ലതാനും. ആധ്യാത്മിക ജീവിത പുരോഗതിക്ക് ഒഴിച്ചുകൂടാത്ത ഒന്നാണ് ശൗചം. ശൗചം രണ്ടു വിധമുണ്ട്. ശൗചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തി, ബാഹ്യവും ആഭ്യന്തരവും. ബാഹ്യ ശൗചം കുളിക്കുന്നത് കൊണ്ട് നിറവേറ്റാം. അന്തരമായതിന് നിരന്തരം കൃഷ്ണസ്മരണയും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രജപവുമാണ് ഉപാധികൾ. മനസ്സിൽ അടിഞ്ഞുകൂടിയ മുൻജന്മ കർമ്മങ്ങളുടെ പൊടിപടലങ്ങളെ ഈ പ്രക്രിയ കൊണ്ട് തുടച്ചു മാറ്റാൻ കഴിയും. അടുത്തത് സ്ഥൈര്യം. അപ്പോൾ ശൗചം എന്താണെന്ന് മനസ്സിലായി. ആന്തരികവും ബാഹ്യവും. ആന്തരികമായിട്ടുള്ള ശൗചം ആണ് ഏറ്റവും പ്രധാനം. ബാഹ്യമായിട്ടുള്ള ശൗചം തീർച്ചയായിട്ടും വേണം. ആന്തരികമായിട്ടുള്ള ശൗചം കൃഷ്ണസ്മരണ, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. സ്ഥൈര്യം എന്നത് ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറാനുള്ള ദൃഢനിശ്ചയം തന്നെ. ഈ നിശ്ചയദാർഢ്യമില്ലാത്ത ഒരാൾക്ക് പ്രകടമായ പുരോഗതി സാധ്യമല്ല. ആധ്യാത്മിക പുരോഗതിക്ക് ദോഷകരമായ ഒന്നും അംഗീകരിക്കാതിരിക്കലാണ് ആത്മനിയന്ത്രണം. ഒരാൾ ഇതുമായി യോജിച്ചു പോകണം. ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമാകുന്നത് എന്തും ഉപേക്ഷിച്ചേ കഴിയൂ. യഥാർത്ഥമായ ത്യാഗമാണിത്. കരുത്തേറിയവയാണ് ഇന്ദ്രിയങ്ങൾ. അവയ്ക്കെപ്പോഴും അതത് വിഷയങ്ങളെ അനുഭവിക്കണമെന്നാണ് വാശി. ഈ ആവശ്യമില്ലാത്ത വാശിക്ക് നാം വഴങ്ങിപ്പോകരുത്. ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറുന്നതിലുള്ള കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ഉതകുന്ന വിധത്തിൽ ശരീരത്തെ സജ്ജമാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമേ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താവൂ. സുപ്രധാനവും നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസമുള്ളതുമായ ഇന്ദ്രിയം നാവാണ്. ഇതിനെ നിയന്ത്രിച്ചവന് മറ്റുള്ള ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാൻ സാധിക്കും. രുചിക്കാനും സ്പന്ദിക്കുകയുമാണ് നാവിൻ്റെ പ്രവർത്തികൾ. അതുകൊണ്ട് ക്രമാനുസൃതമായി നിയന്ത്രിക്കപ്പെട്ട ഇത് കൃഷ്ണന് നിവേദിച്ച ഭോജ്യപാനങ്ങൾ ആസ്വദിക്കുന്നതിലും ഹരേ കൃഷ്ണ മന്ത്രോച്ചാരണത്തിലും സദാ ഏർപ്പെട്ടുകൊള്ളും. കൃഷ്ണന്റെ അഴകേറിയ രൂപമല്ലാതെ യാതൊന്നും കണ്ണിന് മുൻപിൽ പെടാതെ സൂക്ഷിക്കുന്ന പക്ഷം നേത്രങ്ങളെയും നിയന്ത്രിക്കാൻ ആകും. കൃഷ്ണന്റെ ചരിതങ്ങൾ കേൾക്കുന്നതിൽ കാതുകളും ഭഗവാൻ അർപ്പിച്ച പൂക്കളും ഗന്ധം ശ്വസിക്കുന്നതിൽ നാസികയും ഏർപ്പെടട്ടെ. ഇതാണ് ഭക്തിപൂർവകമായ സേവനത്തിന്റെ പ്രക്രിയ. ഈ ഭക്തിയുത സേവനത്തെ ശാസ്ത്രീയമായി പ്രതിപാദിക്കുകയാണ് ഇവിടെ ഭഗവത്ഗീത ചെയ്തിട്ടുള്ളത്. ഭക്തിയുത സേവനമാണ് ഒരേ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ചമച്ച ചില ബുദ്ധിശൂന്യന്മാർ മറ്റു വിഷയങ്ങളിലേക്ക് വായനക്കാരെ ശ്രദ്ധയെ തിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭക്തിപൂർവം ചെയ്യുന്ന ഭഗവത് സേവനം മാത്രമാണ് വാസ്തവത്തിൽ ഭഗവത്ഗീതയിലെ പ്രതിപാദ്യം. അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണം തുടങ്ങുന്നത് നാവ് കൊണ്ടാണ്. സേവാൻമുഖേഹി ജിഹ്വാദോ സ്വയമേവ സ്മൃത്യത. സേവാൻമുഖേഹി ജിഹ്വാദോ. ജിഹ്വയ്ക്ക്, നാവിന് രണ്ട് സേവനങ്ങളാണ്. ഒന്ന് രുചിക്കൽ, ഒന്ന് സ്പന്ദിക്കൽ. അങ്ങനെ രുചിക്കുന്നത് പ്രസാദം രുചിക്കുക, പ്രസാദം കഴിക്കുക. സ്പന്ദനം ഹരേ കൃഷ്ണ മഹാമന്ത്രോച്ചാരണം. അപ്പൊ ഇതിലൂടെ നമ്മുടെ ജിഹ്വയെ അല്ലെങ്കിൽ രസനത്തെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. പിന്നീട് മറ്റുള്ളത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ മറ്റിന്ദ്രിയങ്ങളും ഭഗവത് സേവനത്തിന് ഉപയോഗിക്കാം. ഈ അംബരീഷ മഹാരാജ് പറയുന്നത് പോലെ എന്താണ്, സവൈ മനഃ കൃഷ്ണ പദാരവിന്ദയോ വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരോ ഹരേർമന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കഥോദേ. ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കാം. അതിലൂടെ നമുക്ക് നിയന്ത്രിക്കാം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? നിശ്ചയദാർഢ്യം ലഭിക്കും. ഭഗവത് സേവനത്തിൽ ഏർപ്പെടാതെ നമുക്ക് നിശ്ചയദാർഢ്യം ലഭിക്കില്ല. അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടിയുള്ള നാമജപവും അത്യാവശ്യമാണ്. ശ്രദ്ധയില്ലാത്ത നാമജപം ആധ്യാത്മിക പുരോഗതിക്ക് വിലങ്ങുതടിയായിട്ട് മാറും. തീർച്ചയായിട്ടും എത്ര വർഷം ജപിച്ചാലും അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള പ്രയോജനം ലഭിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ബഹുജന്മ കരിഹരി ശ്രവണം കീർത്തനം തൗതന പായ കൃഷ്ണ പാദേ പ്രേമധൻ.
എത്രയോ ജന്മങ്ങളായിട്ട് നാമം ജപിക്കുന്നതാണ്. എന്നിട്ടും എന്താണ് നമുക്ക് ലഭിക്കാത്തത്? ഇത്രയും വർഷങ്ങളായിട്ട് നാം നാമോച്ചാരണം ചെയ്തിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് പുരോഗതി ഉണ്ടാവാത്തത്? അതിന് കാരണം ഒന്ന് മാത്രമാണ്. അതിൻ്റെ കാരണമാണ് നാം നാമാപരാധം ചെയ്യുന്നു എന്നുള്ളത്. ഈ നാമാപരാധത്തിൽ ഏറ്റവും ഈ നാമാപരാധനങ്ങളിലേക്ക് നീക്കുന്നത് എന്ത് അപരാധമാണ്? അശ്രദ്ധമായ നാമജപം. അശ്രദ്ധമായ നാമജപമാണ് നമ്മുടെ മറ്റപരാധങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നു, നാം ഒരു നാമാപരാധത്തെ ഒരു വലിയൊരു മുറിയായിട്ട് കണക്കാക്കുക. ഒരു വലിയൊരു ഹാള് നാമാപരാധം, അത് മുഴുവൻ നാമാപരാധമാണെന്നിരിക്കട്ടെ, അതിലേക്കുള്ള വാതിലാണ് അശ്രദ്ധമായ നാമം ജപം. അപ്പൊ ശ്രദ്ധയോടുകൂടി നാമം ജപിച്ചു കഴിഞ്ഞാൽ ഒന്നൊന്നായിട്ട് നമുക്ക് നാമാപരാധങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും. പക്ഷെ ശ്രദ്ധയോടുകൂടി ജപിക്കുകയാണെങ്കിൽ, അശ്രദ്ധമായിട്ട് ജപിക്കുകയാണെങ്കിൽ നാമാപരാധങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അടുത്തത്, ഈ ശരീരമാണ് താനെന്ന് കരുതുന്നതാണ് മിഥ്യാഹംഭാവം. ഞാൻ ശരീരമല്ല, ആത്മാവൻ ആണെന്നറിയുമ്പോൾ അയാൾ തൻ്റെ യഥാർത്ഥ അഹംഭാവത്തിലേക്ക് വരുന്നു. അഹങ്കാരം തീർച്ചയായും അഹംഭാവം എന്നൊന്നുണ്ട്, എന്നാൽ മിഥ്യാഹംഭാവത്തെയാണ് ഇവിടെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്, യഥാർത്ഥ അഹംഭാവത്തെയല്ല. അഹംഭാവം, അഹം, ഞാനെന്ന ഭാവം, ഞാനെന്നാൽ ആരാണ്? ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്, ആത്മാവാണ്. ഈ അഹംബോധം ആത്മസാക്ഷാത്കാരം നേടിയ മുക്താവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. ഞാനെന്ന ഈ ഭാവമാണ് അഹംഭാവം. നശ്വരമായ ശരീരത്തെക്കുറിച്ച് ഉണ്ടാകുന്ന അഹംഭാവമാണ് മിഥ്യാഹംഭാവം. ഈ അഹംഭാവത്തെ ശാശ്വതമായ ആത്മാവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇത് സത്യാഹംബോധമായി മാറുകയും ചെയ്യും. അഹം എന്ന ഭാവം ഉപേക്ഷിക്കണമെന്ന് പറയുന്ന ചിന്തകരുണ്ട്. പക്ഷേ അത് സാധ്യമല്ല തന്നെ. നമ്മുടെ വ്യക്തിത്വമാണല്ലോ ഈ അഹം, എന്നാൽ ശരീരമാണ് ഞാൻ എന്ന മിഥ്യാബോധമാണ് ഉപേക്ഷിക്കേണ്ടത്. ഇത് വളരെ ലളിതമായിട്ട് പറയുന്നുണ്ട്. അഹം എന്ന ഭാവം, ഞാൻ എന്ന ഭാവം, ഞാൻ എന്ന ശരീരമാണെങ്കിൽ അത് മിഥ്യാഹംഭാവം. ഞാൻ ആത്മാവെന്ന് മനസ്സിലാക്കിയാൽ അത് സത്യമായിട്ടുള്ള അഹംഭാവം. ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നിവയിൽ നിന്നുള്ള ഉളവാകുന്ന ക്ലേശങ്ങളെക്കുറിച്ച് നാം ഓർമ്മിക്കണം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഭഗവാൻ പറയുന്നത്. എന്താണ്? ജന്മമൃത്യുജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം. എന്താണ്? ജ്ഞാനത്തിന്റെ ഭാഗമാണ് ഇവിടെ. എന്താണ് പറയുന്നത്? ജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം വേണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞു, എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം തുടങ്ങിയത് എന്താണ്? വിനയം, അഹിംസ. എന്താണ് അഹിംസ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? ക്ഷമ. അതുപോലെ തന്നെ ഗുരുവിനെ ആശ്രയിച്ച് ഗുരുവിൻ്റെ ശാസനങ്ങൾ പാലിക്കൽ. പിന്നീട് ശൗചം. പിന്നീട് സ്ഥൈര്യം അല്ലെങ്കിൽ ദൃഢനിശ്ചയം. ഇത് കഴിഞ്ഞിട്ട് എന്താണ്? മിഥ്യാഹങ്കാരം ഉപേക്ഷിച്ച് യഥാർത്ഥത്തിലുള്ള അഹംഭാവത്തിലേക്ക് വരൽ. പിന്നീട് ഇവിടെ എന്താണ്? ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നിവയിൽ നിന്ന് ഉളവാകുന്ന ക്ലേശങ്ങളെക്കുറിച്ച് നാം ഓർക്കണം. വൈദിക സാഹിത്യങ്ങളിൽ ജനനത്തെ വിവരിച്ച് കാണുന്നുണ്ട്. ജനിക്കാത്തവരുടെ ലോകം, ഗർഭസ്ഥ ശിശുവിൻ്റെ ചുറ്റുപാടുമുള്ള അതിൻ്റെ ദുരിതാനുഭവങ്ങളും ഉള്ളിൽ തട്ടുമാറ് ശ്രീമദ് ഭാഗവതത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ജനനം പീഡാനുഭവങ്ങൾ നിറഞ്ഞതാണെന്ന് വ്യക്തമായി നാം മനസ്സിലാക്കണം. ഗർഭാശയത്തിൽ ഭ്രൂണാവസ്ഥയിലിരിക്കെ എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നുവെന്നും ജനനാന്തരം മറന്നു പോകുന്നത് കൊണ്ട് മാത്രമാണ് ഈ ജനന മരണ പ്രക്രിയയ്ക്ക് ഒരു അറുതി വരുത്താൻ ഞാൻ ശ്രമിക്കാത്തത്. എന്തുകൊണ്ടാണ്? ഗർഭാവസ്ഥയിൽ നാം പലവിധത്തിലുള്ള ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട്. എങ്കിലും അത് കഴിഞ്ഞാൽ നാം ഇതെല്ലാം മറന്നു പോകുന്നു. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ 3-ാമത്തെ സ്കന്ധത്തിൽ ഗർഭസ്ഥനായിരിക്കുന്ന ഒരു ശിശു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ആ ഗർഭസ്ഥനായിട്ടുള്ള ശിശു അമ്മയുടെ വയറ്റിൽ അനുഭവിക്കുന്നതെന്ന് വളരെ അധികം ചിത്രീകരിക്കുന്നുണ്ട് ഭാഗവതത്തിൽ. ഒരു പ്രാവശ്യം നാം ഒരു വീഡിയോ കാണുകയുണ്ടായി. അതിൻ്റെ പേരാണ്
നാഷണൽ ജിയോഗ്രഫിക്കിലാണെന്ന് തോന്നുന്നു, എന്താണ് ലൈഫ് ഇൻ ദ വൂംബ്, ലൈഫ് ഇൻ ദ വൂംബ്. അപ്പൊ അതിലും പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാണോ ചെയ്തത് ഇത് കുട്ടിക്ക് അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. അമ്മ കൂടുതൽ എരിവ് കഴിക്കുകയാണെങ്കിൽ കുട്ടിക്ക് അത് അനുഭവിക്കേണ്ടി വരുന്നു. അമ്മ കാപ്പിയും ചായയും കുടിക്കുകയാണെങ്കിൽ അത് കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്നു. കാര്യം അതിൽ എന്താണ് രക്തത്തിന്റെ ആ പ്രഷർ കൂടുന്നു, അതിന്റെ വേഗം കൂടുന്നു, അത് കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അമ്മ മത്സ്യമാംസാദികൾ ഭക്ഷിക്കുകയാണെങ്കിൽ അത് കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്നു, ഗർഭസ്ഥനായിട്ടുള്ള കുട്ടിക്ക്. മാത്രമല്ല അമ്മ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അമ്മ ഏത് തരത്തിലുള്ള പാട്ടാണോ കേൾക്കുന്നത് അത് കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ഇത് മാത്രമല്ല, മലവും മൂത്രവും കൃമികളും ഉൾക്കൊള്ളുന്ന ഒരു ദ്രാവകത്തിലാണ് ഈ കുട്ടി ഗർഭസ്ഥനായിട്ട് ജീവിക്കുന്നത്. അതിൽ പറയുന്നു കൃമി കീടങ്ങളും ഈ കുട്ടിയെ സദാ കടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഗർഭസ്ഥനായിട്ടുള്ള ഒരു ശിശു ഭാഗ്യമുണ്ടെങ്കിൽ ഭഗവാനെ പറ്റി സ്മരിക്കുന്നു. ആ സ്മരണയും ആ പ്രാർത്ഥനയുമാണ് ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഗർഭസ്ഥനായിട്ടുള്ള ശിശു പറയുന്നു, കർമ്മം കൊണ്ട് ഞാൻ ഇതാ ഇവിടെ വന്നിരിക്കുന്നു, ഇനിയും എനിക്കൊരു ജന്മം വേണ്ട, ഭഗവാനെ എന്നെ മായയിൽ വീണ്ടും ഇടരുതേ എന്ന് ഈ ശിശു ഗർഭസ്ഥനായിരിക്കെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഗർഭം മുതൽ എല്ലാം തന്നെ എന്താണ്, ജന്മം മുതൽ എല്ലാം തന്നെ പ്രശ്നങ്ങളാണ്, എല്ലാം തന്നെ ബുദ്ധിമുട്ടുകളാണ്, ക്ലേശങ്ങളാണ്. അതാണ് ജന്മ മൃത്യു ജരാവ്യാധി, ഇതിലെല്ലാം ക്ലേശങ്ങളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ക്ലേശങ്ങളാണ് നാം മനസ്സിലാക്കി വേണം ജീവിക്കേണ്ടത്. അല്ലാതെ കുറച്ച് സന്തോഷമുള്ള ഭൗതികമായിട്ടുള്ള സന്തോഷമുള്ള സമയത്തിൽ ബാക്കി എല്ലാം മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് ജന്മമൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം. ഈ ദുഃഖങ്ങളെയും ദോഷങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതം, ഇതാണ് ജ്ഞാനത്തിലേക്കുള്ള മാർഗം. ഒരു മാർഗം, ഇതിൽ പല കാര്യങ്ങൾ പറയുന്നത്, എല്ലാം ആവശ്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. അടുത്തതോ സ്വഗൃഹത്തോടും ഭാര്യാമക്കളോടും വിരക്തി എന്നതിന് അവരോട് സ്നേഹമില്ലായ്മ എന്നർത്ഥമാക്കിക്കൂടാ. സ്വാഭാവികമായി സ്നേഹഭാജനങ്ങളാണ് അവർ. പക്ഷെ ആധ്യാത്മിക പുരോഗതിക്ക് വിഘ്നമായി തീരുന്ന പക്ഷം അവരുള്ള താല്പര്യം ഉപേക്ഷിക്കണം. ഒരു കുടുംബത്തെ സന്തുഷ്ടമാക്കാനുള്ള ഉത്തമോപായം കൃഷ്ണാവബോധമാണ്. ഒരാൾ അത് പൂർണ്ണമായുണ്ടെങ്കിൽ തൻ്റെ ഗൃഹത്തെ അദ്ദേഹത്തിന് തികച്ചും സന്തോഷഭരിതരായിരിക്കാം. ഈ കൃഷ്ണാവബോധ പ്രക്രിയ കൃഷ്ണന് നിവേദിച്ച ഭക്ഷണം മാത്രം കഴിക്കുകയും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം തുടരുകയും ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം മുതലായ സദ്ഗ്രന്ഥങ്ങൾ വായിച്ച് ചർച്ച ചെയ്യുകയും വിഗ്രഹാരാധനയിൽ ഏർപ്പെടുകയും ചെയ്താൽ മാത്രം മതിയാകും. ഇവ 4 മതി ഒരാളെ സന്തുഷ്ടനാക്കാൻ. 4 കാര്യങ്ങൾ. ഇത്ര പ്രാക്ടിക്കലായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടല്ലോ? ആദ്യം പ്രഭുവാര് തുടങ്ങുന്നതന്നെ പ്രസാദം കഴിക്കുക, നാമം ജപിക്കുക, ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വായിക്കുക, ചർച്ച ചെയ്യുക. പിന്നെന്താണ്? 4 വിഗ്രഹം ആരാധിക്കുക. ഇപ്പൊ വിഗ്രഹം ഇല്ലെങ്കിൽ ഫോട്ടോ ആരാധിക്കുക. നമ്മൾ നൈവേദ്യം അർപ്പിക്കുക, ഒരു ചന്ദനത്തിരി അർപ്പിക്കുക, ഇങ്ങനെ ചെറുതായിട്ട് പൂവ് അർപ്പിക്കുക, ഇങ്ങനെ ചെറുതായിട്ടുള്ളൊരു വിഗ്രഹാരാധനയെങ്കിലും വീട്ടിൽ ചെയ്യണം. അതിന് വിഗ്രഹം വേണം നിർബന്ധമില്ല, എന്താണ് ഫോട്ടോ ആയാലും മതി. അതുകൊണ്ട് എല്ലാ ഗുണങ്ങളും അതുകൊണ്ട് ലഭിക്കും. അതാണ് ഈ 4 കാര്യങ്ങൾ മതി എന്നാണ് പറയുന്നത്. ഇത്ര വ്യക്തമായിട്ടാണല്ലോ പറയുന്നത്. ഈ 4 മതി. ഇത്രയ്ക്ക് പ്രാക്ടിക്കലായിട്ടാണ് പറയുന്നത്. ഇവ 4 മതി ഒരാളെ സന്തുഷ്ടരാക്കാൻ. കുടുംബാംഗങ്ങളെ ഈ വിധത്തിൽ പരിശീലിപ്പിക്കണം. പ്രഭാതത്തിലും പ്രദോഷത്തിലും കുടുംബാംഗങ്ങളെ എല്ലാം ഒത്തുചേർന്നിരുന്ന് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ഉരുടട്ടെ. ഈ 4 നിബന്ധനകളെ മുൻനിർത്തിക്കൊണ്ട് കുടുംബജീവിതത്തിൽ കൃഷ്ണാവബോധം വളർത്തിയെടുക്കാൻ കഴിയുമെങ്കിൽ ഗാർഹസ്ഥ്യത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. മറിച്ച് ആധ്യാത്മിക പുരോഗതിയെ ത്വരിതപ്പെടുത്തുന്നതോ അതിന്
ഇണങ്ങുന്നതോ അല്ലെങ്കിൽ ഗാർഹിക ജീവിതത്തെ ത്യജിക്കുക തന്നെ വേണം. അർജുനൻ ചെയ്തതുപോലെ കൃഷ്ണനെ സാക്ഷാത്കരിക്കാനോ സേവിക്കാനോ വേണ്ടി എല്ലാം ബലി കഴിക്കാം. സ്വന്തം കുടുംബാംഗങ്ങളെ കൊല്ലാൻ അർജുനൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ടും തൻ്റെ കൃഷ്ണ സാക്ഷാത്കാരത്തിന് അവർ പ്രതിബന്ധം ഉണ്ടാക്കുന്നത് അറിഞ്ഞപ്പോൾ കൃഷ്ണന്റെ നിർദ്ദേശം സ്വീകരിച്ച് അവരെ പോരിൽ ഹിംസിച്ചു. ഏത് വിധത്തിലും ഗാർഹിക ജീവിതത്തിന്റെ സുഖ ദുഃഖങ്ങളിൽ ആസക്തരാവാതെയിരിക്കുകയാണ് വേണ്ടത്. എന്തെന്നാൽ ഈ ലോകത്തിൽ ആർക്കും തികച്ചും സന്തുഷ്ടനോ തികച്ചും ദുഃഖിതനോ ആകാൻ വയ്യ. ഭൗതിക ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാത്ത ഘടകങ്ങളാണ് സന്തോഷവും സന്താപവും. ഭഗവത്ഗീതയിൽ ഉപദേശിച്ചതുപോലെ അവയെ സഹിക്കാൻ ശീലിക്കണം. ഈ സുഖ ദുഃഖങ്ങളുടെ പോക്ക് വരവുകൾ നമുക്ക് നിയന്ത്രിക്കാൻ ആവില്ല. ഭൗതിക ജീവിതത്തിൽ അനാസക്തനായി രണ്ട് നിലയിലും സമതുലിതാവസ്ഥ പുലർത്തണം. സാമാന്യേന ഇഷ്ടാലാഭത്തിൽ എത്രയും സന്തുഷ്ടരും അനിഷ്ടം നേരിട്ടാൽ അതത്ര തന്നെ ദുഃഖിതരുമാണ് നമ്മൾ. എന്നാൽ ആധ്യാത്മിക തലത്തിൽ ഉറച്ചു നിന്നാൽ അവ നമ്മെ അലട്ടുകയില്ല. ആ നിലയിലെത്താൻ നിരന്തരം ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുക തന്നെ വേണം. ഏകാഗ്രമായി കൃഷ്ണഭക്തി സേവനമെന്നാൽ 9 വിധം ഭക്തി പ്രക്രിയകളിലെ ഏർപ്പെടലാണ്. കീർത്തനം, ശ്രവണം, പൂജനം, പ്രണാമം എന്ന് തുടങ്ങിയവയെ 9-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഈ പ്രക്രിയയാണ് നാം അനുഷ്ഠിക്കേണ്ടത്. ആധ്യാത്മിക ജീവിതത്തോട് ഇണങ്ങിച്ചേർന്നവർ ഭൗതികതയിൽ ആസക്തരായവരോട് കൂട്ടുകൂടാൻ സ്വാഭാവികമായും ഇഷ്ടപ്പെടുകയില്ല. അയാളുടെ സ്വഭാവത്തിന് വിരുദ്ധമാണിത്. ആവശ്യമായി തോന്നാത്ത സഹവാസം വെടിഞ്ഞ് ഏകാന്തതയിൽ ജീവിക്കാൻ തനിക്ക് എത്രമാത്രം താല്പര്യമുണ്ടെന്ന് ഭക്തൻ ഒരാത്മപരിശോധന നടത്തുന്നത് നന്ന്. നോക്കൂ, വ്യർത്ഥ വിനോദങ്ങൾക്കോ സിനിമാ പ്രദർശനങ്ങൾക്കോ സാമൂഹ്യ ആഘോഷങ്ങൾക്കോ പോകാൻ അയാൾക്ക് ആഗ്രഹമുണ്ടാവില്ല. അതെല്ലാം സമയം പാഴാക്കാനുള്ള ഉപായങ്ങൾ മാത്രമാണെന്ന് അയാൾക്കറിയാം. അനേകം പണ്ഡിത ഗവേഷകരും തത്വചിന്തകരും ലൈംഗിക ജീവിതത്തെക്കുറിച്ചും മറ്റും പഠനം നടത്താറുണ്ട്. എന്നാൽ ഭഗവത്ഗീത അനുസരിച്ച് അത്തരം ഗവേഷണങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല, അവയിൽ കഴമ്പില്ല തന്നെ. തത്വജ്ഞാനനിഷ്ഠമായ വിവേകത്തോടെ ആത്മാവിനെ പറ്റി ഗവേഷണം ചെയ്യുന്നതാണ് ഗീത നിർദ്ദേശിക്കുന്നത്. ആത്മാവിനെ കുറിച്ചാവണം മനുഷ്യന്റെ ഗവേഷണം എന്നതാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഒരു പ്രാവശ്യം ചൈതന്യ മഹാപ്രഭുവിനോട് ഭക്തജനങ്ങൾ ചോദിച്ചു, ആരാണ് വൈഷ്ണവൻ? ഒരു വൈഷ്ണവനെ എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അസത്സംഗത്യാഗ ഏ വൈഷ്ണവാച. എന്താണ് അസത്സംഗത്യാഗമാണ് ഒരു വൈഷ്ണവന്റെ ലക്ഷണം. അപ്പോൾ നാം ഭക്തരാവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ലക്ഷണം എന്താണ്? അസത്സംഗത്യാഗം. അനാവശ്യമായിട്ടുള്ള ആളുകളോട് സംസാരിക്കുവാൻ താല്പര്യമില്ല, അവരോട് സഹവസിക്കുവാൻ താല്പര്യമില്ല. ഈ സിനിമ, സീരിയൽ ഇങ്ങനെ തുടങ്ങിയ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കാണാനോ കേൾക്കുവാനോ താല്പര്യമില്ല. ഇതുകൂടാതെ ഇപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളും കൂടെ പറയണം. അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, യൂട്യൂബിൽ അനാവശ്യമായിട്ടുള്ള ഡോക്യുമെന്ററികൾ കാണുക, ഇതെല്ലാം എന്താണ്? അസത്സംഗമാണ്. കൃഷ്ണാവബോധത്തെ പറ്റി ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ മറ്റു ഭക്തന്മാരോ നൽകുന്ന വീഡിയോകൾ കാണാം. അതല്ലാതെ അതിനെപ്പറ്റിയും ഇതിനെപ്പറ്റിയും കേൾക്കാനായിട്ട് യൂട്യൂബിൽ ആയിരക്കണക്കിന് ചാനലുകളുണ്ട്. ഇതിൽ സമയം ചെലവഴിക്കുന്നത് കൃഷ്ണാവബോധത്തിന് വിപരീതമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്കിപ്പോൾ പലർക്കും പ്രായമായിട്ട് വരുന്നവരുണ്ട്. ഇവർക്ക് ജീവിതത്തിൽ ഇനി അധികം സമയമില്ല. അപ്പോൾ ഈ സമയം അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് സമയത്തെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയാണ്.
അപ്പോൾ പ്രായമായി വരുമ്പോൾ ഭഗവാനെ പറ്റി മാത്രം ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രവൃത്തികൾ ആ തലത്തിലേക്ക് എത്തിക്കണം. സമയമുണ്ടെങ്കിൽ ഭാഗവതം വായിക്കണം, ഇല്ലെങ്കിൽ നാമം ജപിക്കണം. ഭഗവാനെ പറ്റി മാത്രം ചിന്തിക്കണം. റിട്ടയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ജോലിയുടെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, കുട്ടികളെ നോക്കി നടത്തേണ്ട ആവശ്യമില്ല. പ്രധാനമായിട്ടും നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ചുറ്റുപാടുകളും നമുക്ക് നോക്കി നടത്തേണ്ടതുണ്ട്. ഇത് കൂടാതെ ബാക്കി എല്ലാ സമയവും നാം ഭഗവത് സേവനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അവിടെ ഭഗവത് സേവനം എന്ന് പറയുമ്പോൾ ഭാഗവത പാരായണം, ഭഗവത്ഗീത പാരായണം, ചരിതാമൃത പാരായണം, നാമം ജപിക്കൽ, അല്ലെങ്കിൽ പ്രചാരണം ചെയ്യുക. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ സമയം ചെലവഴിക്കണം. അല്ലാതെ ഈ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലെ സമയം ഒരിക്കലും യൂട്യൂബ്, അല്ലെങ്കിൽ TV സീരിയൽ, അല്ലെങ്കിൽ സിനിമ, അല്ലെങ്കിൽ സിനിമാ പാട്ട്, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പ്രജൽപ്പം പറയുന്നവരുടെ അത് കേൾക്കുക, ഇതിനു വേണ്ടി ഒരിക്കലും ചെലവാക്കരുത്. അങ്ങനെ സമയം ചെലവാക്കുന്നത് എന്താണ്? ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്. ആരോട്? നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് സമയം പാഴാക്കൽ. അതുകൊണ്ട് വെറും സമയം പാഴാക്കലല്ല, നാം അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളിൽ താല്പര്യം സിദ്ധിക്കുകയാണ്. അങ്ങനെ അത്തരത്തിലുള്ള താല്പര്യം നമ്മെ മറ്റൊരു ഭൗതിക ശരീരത്തിലേക്ക് നയിക്കുന്നു. ഇപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, നമ്മെ മറ്റൊരു ശരീരത്തിലേക്ക് നയിക്കുന്നു. ഇതൊക്കെയാണ്. ഇതേ അടുത്ത ഒരു ഭക്തന്റെ കഥ പറയാം. പ്രാണപ്രഭു 1980s മെൽബണിൽ ബ്രഹ്മചാരിയായിട്ട് ജോയിൻ ചെയ്തു. ഓസ്ട്രേലിയക്കാരനാണ്, മെൽബണിൽ നിന്ന ആളാണ്, ക്രിസ്ത്യൻ ഫാമിലി. അത് കഴിഞ്ഞ് കുറേ കാലം ബ്രഹ്മചാരിയായിട്ടുണ്ടായിരുന്നു. പിന്നീട് വിവാഹം ചെയ്തു. ഇവിടെ ബ്രഹ്മചാരിയായിട്ട് ജോയിൻ ചെയ്തപ്പോൾ തന്നെ പഠിക്കാൻ പോയി. കാര്യം അദ്ദേഹം ഗുരുകുൽ, ഇവിടെ മെൽബണിൽ ഗുരുകുലം ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരുകുലിനെ പ്രിൻസിപ്പലൊക്കെ ആയിരുന്നു. ഗുരുകുലത്തിൽ ഇവിടെ ഓക്ലൻഡിൽ അതൊക്കെ ചെയ്തു. പിന്നീട് കഴിഞ്ഞ ഒരു 6-7 കൊല്ലം മുമ്പ് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ കണ്ടുപിടിച്ചപ്പോൾ തന്നെ 4th സ്റ്റേജ് ക്യാൻസർ ആണ്. കുറച്ച് കൊല്ലം മുമ്പാണ്, 6-7 കൊല്ലമായി. എന്നിട്ട് പടിപടിയായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ കഴിഞ്ഞ കൊല്ലമായപ്പോഴേക്കും മനസ്സിലായി ഇനിയൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഡോക്ടർ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാൻ സാധ്യമല്ല, മേ ബി 6 മാസം ഉണ്ട് ജീവിക്കാൻ. അപ്പോൾ അദ്ദേഹം ഓസ്ട്രേലിയയിലെ വേറൊരു ഭാഗത്തായിരുന്നു. അവിടുന്ന് നേരെ മെൽബണിലേക്ക് വന്നു. എന്നിട്ട് മെൽബണിലേക്ക് വന്നിട്ട് പിന്നീട് തീരുമാനിച്ചു, ഇനിയും എൻ്റെ ജീവിതത്തിൽ അധികം കാലമില്ല, മാക്സിമം 5-6 മാസം, അതിനുള്ളിൽ എങ്ങനെയെങ്കിലും മായാപ്പൂരോ അല്ലെങ്കിൽ വൃന്ദാവനത്തിലോ പോവുക. എന്തിനു വേണ്ടിയിട്ടാണ്? ജീവൻ വെടിയേണ്ടത് എവിടെ വേണ്ടിയിട്ടാണ്? അവിടെ വെച്ചാവണം. അങ്ങനെ വിസ കിട്ടാൻ വളരെ പ്രയാസമാണ്. വൈഫ് ഓസ്ട്രേലിയക്കാരിയാണെങ്കിലും ചൈനീസ് ഒറിജിനാണ്. അതുകൊണ്ട് ആദ്യം ഇന്ത്യൻ എംബസി പറഞ്ഞ് വിസ നൽകില്ല എന്ന്. പിന്നീട് നമുക്ക് പരിചയമുള്ളവരടുത്തൊക്കെ സംസാരിച്ച് എങ്ങനെയോ വിസ കിട്ടി, 2 പേർക്കും വിസ കിട്ടി. പിന്നീട് അവർ വൃന്ദാവനത്തിലെത്തി. ആദ്യം കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പടിപടിയായിട്ട് ആരോഗ്യം ചോട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവസാനം വളരെ കിടപ്പായി. ആ മരണത്തിൻ്റെ തലേന്ന് മുൻപ് കിടക്കുകയാണ്. അപ്പോൾ പറയാണ്, ഇവിടെ വൃന്ദാവനത്തിൽ ഇസ്കോണിന് ആളുകൾക്ക് മരിക്കുവാനുള്ള ഫെസിലിറ്റി ഉണ്ട്, ഹോസ്പൈസ്. അതായത് മരണം തൊട്ടു മുമ്പിലാണെങ്കിൽ 1 മാസമൊക്കെ ഉള്ളൂ, വളരെ ആവശ്യതയാണെങ്കിൽ അവിടെ പോകാം. അവിടെ ഭഗവാന്റെ വിഗ്രഹമുണ്ട്, അവിടെ എപ്പോഴും നാമജപമുണ്ട്. അപ്പം അങ്ങനെ അവിടെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, പെയിൻ കില്ലർ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇദ്ദേഹത്തിന് പെയിൻ കില്ലർ ഉണ്ട്, വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും പറ്റില്ല, പെയിൻ കില്ലർ ഉണ്ട്. അങ്ങനെ മുമ്പിലേക്ക് പോവാണ്. പക്ഷെ മരണത്തിൻ്റെ തലേ ദിവസം പ്രാണപ്രഭു പറഞ്ഞു, മാതാജിയോട് പറഞ്ഞു, വൈഫുണ്ട്, മാതാജിയോട് പറഞ്ഞു, എനിക്ക് പോകണം, ഞാൻ പോവാൻ റെഡിയായി. അപ്പോഴേക്കും വൈഫ് ചോദിച്ചു, ആർ യു റെഡി ടു ഗോ? പറഞ്ഞു, യെസ്, ഐ എം റെഡി ടു ഗോ. എന്നിട്ട് വെർ ഡു യു വോണ്ട് ടു ഗോ? എങ്ങോട്ടാണ് പോകേണ്ടത്? പറഞ്ഞു, ഐ വോണ്ട് ടു ഗോ ടു കൃഷ്ണ. അപ്പോൾ മാതാജി അഗെയിൻ ആസ്ക്ഡ്, ആർ യു റെഡി ടു ഗോ? പറഞ്ഞു, യെസ്, ഐ എം റെഡി ടു ഗോ. എന്നിട്ട് രാത്രിയായി. എന്നിട്ട് ഇങ്ങനെ ഹരേ കൃഷ്ണ ജപിച്ച് കിടക്കുകയാണ്. അപ്പോഴും ബോധമുണ്ട്, ജപിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പോഴേക്കും മാതാജി ചിന്തിക്കുകയാണ്, അല്ല എനിക്കിനി കുറച്ച് ഉറങ്ങണം. കാര്യം ഇവർക്ക് പ്രായമായിട്ടുണ്ടല്ലോ. ഇദ്ദേഹത്തിന് അധികം പ്രായമില്ല, ഇദ്ദേഹത്തിന് 62 വയസ്സുണ്ടാവും, മാതാജിക്ക് 60 അതിൻ്റെ അടുപ്പിച്ച് വയസ്സുണ്ടാവും. മാതാജി വിചാരിക്കുകയാണ്, എനിക്ക് രാത്രി കുറച്ച് നേരമെങ്കിലും ഉറങ്ങണം, കാര്യം പകൽ മുഴുവൻ ശുശ്രൂഷിക്കേണ്ടതാണല്ലോ. അങ്ങനെ രാത്രി 12 മണിയായി, 1 മണിയായി. അപ്പോഴും പ്രഭു ഇങ്ങനെ നാമം ജപിച്ച് കിടക്കുകയാണ്.
അപ്പോഴും വളരെ ഉത്സാഹത്തോടെയാണ് പറയുന്നത്. അവശതയിലാണെങ്കിലും പറയാണ്, അല്ല ഞാൻ പോവുകയാണ്. അപ്പോൾ ചോദിച്ചു, എങ്കിൽ ഗുരുമഹാരാജിൻ്റെ ഫോട്ടോ തരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു കയ്യിൽ ഗുരുമഹാരാജിൻ്റെ ഫോട്ടോ, അടുത്ത കയ്യിൽ ചോദിച്ചു നരസിംഹദേവന്റെ ഫോട്ടോ തരട്ടെ, അത് നരസിംഹദേവന്റെ ഫോട്ടോ. അപ്പോൾ രണ്ട് കയ്യിലും ഫോട്ടോ ആണ്, ഇങ്ങനെ ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഗുരുമഹാരാജ് നാളെ കാണാൻ വരും, അപ്പോൾ ഇന്ന് പോണോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പോവുകയാണ് ഇന്ന്, എനിക്ക് പോകണം. എങ്ങോട്ട്? ഭഗവാന്റെ അടുത്തേക്ക്. അപ്പോൾ ചോദിച്ചു, ഗുരുമഹാരാജ് വരുമ്പോൾ എന്ത് പറയണം? അപ്പോൾ പറഞ്ഞു, ഗുരുമഹാരാജോട് പറയൂ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്നിട്ട് വേറെ ഒന്നും പറയുന്നില്ല, നാമം ജപിക്കുകയാണ്. അങ്ങനെ 1 മണിയായി, 2 മണിയായി, 3 മണിയായപ്പോൾ ഒന്ന് ഉറങ്ങി. മാതാജി ഉറങ്ങി, പ്രഭു ഉറങ്ങി. മാതാജി ഒരു 5 മണിയായപ്പോഴേക്കും എണീറ്റു. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ മാക്സിമം. കണ്ടപ്പോൾ തന്നെ മാതാജിക്ക് മനസ്സിലായി ആളില്ല എന്ന്. മാതാജി പോയി തൊട്ട് നോക്കി, ആള് പോയി. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമുക്ക് ജന്മമൃത്യു ജരാവ്യാധി. ഇതുപോലെയാണ് നമുക്ക് ഈ ലോകം വെടിഞ്ഞു പോകേണ്ടത്. എവിടെ വെച്ചാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്? ധാമമാണ്. ഒന്നുകിൽ മായാപൂർ അല്ലെങ്കിൽ വൃന്ദാവനം. അവിടെ നിന്നാണ് നമ്മൾ ഈ ലോകം വിട്ടു പോകേണ്ടത്. അപ്പോൾ ഒരാൾ അത് ആഗ്രഹിക്കണം. നമുക്കിവിടെ നമ്മുടെ ഇന്ത്യയിലോ വിദേശത്തോ എവിടെയോ ആകാം, ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വൃന്ദാവനമാണ്. പ്രഭു അവർ പറഞ്ഞു, വൃന്ദാവനത്തിൽ ജനിക്കുന്നത് നല്ലതാണ്, അതിലും ഉത്തമമാണ് വൃന്ദാവനത്തിൽ ജീവിക്കുന്നത്. പക്ഷെ അത്യുത്തമമാണ് വൃന്ദാവനത്തിൽ മരിക്കുന്നത്. അതാണ്. അപ്പൊ നോക്കൂ, ഈ പ്രാണാപ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ ഒരു ബ്രഹ്മചാരിയായിട്ട് 20 ദിവസത്തിലെങ്ങാണ്ട് അമ്പലത്തിൽ ജോയിൻ ചെയ്തു. പിന്നെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് വാനപ്രസ്ഥം. പിന്നെ മരണം എങ്ങനെയാണ്? വൃന്ദാവനത്തിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്. ഇത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. സാധാരണ ഗൃഹസ്ഥനാണ്, പക്ഷെ എന്താണ്, എപ്പോഴും ഭഗവാനെ പറ്റി പറയുള്ളൂ, ഒരിക്കലും പ്രജൽപ്പം പറയില്ല. ഇതാണ് നമുക്ക് വേണ്ടത്. അസത്സംഗമില്ല, അനാവശ്യമായിട്ടുള്ള ഡോക്യുമെന്ററികൾ, അനാവശ്യമായിട്ടുള്ള സിനിമ, മ്യൂസിക് ഒന്നുമില്ല. ഭഗവാനെ പറ്റി മാത്രം. അദ്ദേഹം ഒരു 20 കൊല്ലം ഓക്ലൻഡിലെ സ്കൂളിലെ പ്രിൻസിപ്പലായിരുന്നു, ഹരേകൃഷ്ണ സ്കൂളിൻ്റെ. ആത്മസാക്ഷാത്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തിയോഗം വിശേഷിച്ചും പ്രായോഗികമാണെന്ന് ഭഗവത്ഗീത വ്യക്തമാക്കുന്നു. ഭക്തിയുടെ കാര്യത്തിൽ പരമാത്മാവിനും ജീവാത്മാവിനുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഈ രണ്ടും ഒന്നാവാൻ നിവൃത്തിയില്ല. ഭക്തനെ മുൻനിർത്തിക്കൊണ്ടുള്ള ജീവിത സിദ്ധാന്തത്തിൽ വിശേഷിച്ചും വ്യക്തിഗതാത്മാവ് പരമാത്മാവിന് ചെയ്യുന്ന സേവനം ശാശ്വതമാണ് എന്നിവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഭക്തി അഥവാ ഭക്തിയുത സേവനവും ശാശ്വതം തന്നെ. ഈ വസ്തുത ഒരാൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ശ്രീമദ് ഭാഗവതം ഇങ്ങനെ പറയുന്നു, വദന്തി തത്വവിദസ്തത്വം ജ്ഞാനമദ്വയം. ആത്മസാക്ഷാത്കാരം, ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ 3 വിവിധ ഘട്ടങ്ങളുണ്ടെന്ന് നിരപേക്ഷ തത്വദർശികൾ അറിയുന്നുണ്ട്. നിരപേക്ഷ തത്വത്തിന്റെ സാക്ഷാത്കാരത്തിലെ അന്തിമ പദമാണ് ഭഗവത്പുരുഷ ജ്ഞാനത്തിന്റെ ആ ഉന്നത തലത്തിലെക്കുറിച്ച് ഭഗവത് ഭക്തിയുത സേവനത്തിലേർപ്പെടാം. അതാണ് ജ്ഞാനത്തിന്റെ പരിപൂർണത. ചുവട്ടിൽ നിന്ന് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിക്കുന്ന സോപാന ശ്രേണി പോലെയുള്ള ഒന്നാണ് വിനയ പരിശീലനത്തിൽ ആരംഭിച്ച് പരമതത്വത്തിന്റെ പരമപുരുഷന്റെ സാക്ഷാത്കാരം വരെ നീണ്ടുപോകുന്ന ഈ പ്രക്രിയ പരമ്പര. ഈ ഉപാസനകളിലൂടെ ആദ്യത്തെ നിലയിൽ എത്തിയവരുണ്ട്, 2ാം നിലയിലും 3ാം നിലയിലും എത്തിയവരുണ്ട്. എന്നാൽ കൃഷ്ണനെക്കുറിച്ചുള്ള തികഞ്ഞ ജ്ഞാനം ആകുന്ന മുകൾ നിലയിൽ എത്തിച്ചേരുന്നവരെ ഒരാൾ ജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം താഴ്ന്ന പടികളിൽ തന്നെ ഈശ്വരനോട് മത്സരിക്കാനും അതേസമയം ആധ്യാത്മിക പുരോഗതി നേടാനും ഉദ്യമിക്കുന്നവർക്ക് നിരാശയ്ക്കേ വഴിയുള്ളൂ. വിനയം കൂടാതെ യഥാർത്ഥമായുള്ള ജ്ഞാനം ലഭ്യമല്ലെന്ന് വ്യക്തമാണ്. താൻ തന്നെ ഈശ്വരനെന്ന വിചാരമത്രേ ഗർവിന്റെ ഉച്ചകോടി. ഭൗതിക പ്രക്രിയയുടെ കർക്കശ നിയമങ്ങളാൽ പലതവണ അടിച്ചമർത്തപ്പെട്ടിട്ടും അജ്ഞാനത്താൽ ജീവാത്മാവ് ഓർത്തുപോകുന്നു, ഞാനാണ് ഈശ്വരൻ എന്ന്. ഈ നിലയ്ക്ക് അമാനിത്വം അല്ലെങ്കിൽ വിനയം അറിവിന്റെ ആദ്യ സോപാനമാണ്. താൻ ഭഗവാന്റെ ആശ്രിതനെന്ന് മനസ്സിലാക്കി മനുഷ്യൻ വിനീതമായി വർത്തിക്കണം. മറിച്ച് അദ്ദേഹത്തോട് മത്സരിച്ചാൽ ഭൗതിക
പ്രകൃതിക്ക് അധീനപ്പെട്ടു പോകും. ഈ സത്യം അറിഞ്ഞ് ബോധ്യപ്പെടണം. 13 മുതൽ 19 വരെയുള്ള ശ്ലോകമാണ് ജ്ഞേയം, അല്ലെങ്കിൽ ജ്ഞാനത്തിലൂടെ ആരെയാണോ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതാണ് ജ്ഞേയം എന്ന് പറയുന്നത്. അപ്പോൾ 8 മുതൽ 12 വരെ ജ്ഞാനം, അതുപോലെ തന്നെ 13 മുതൽ 19 വരെ ജ്ഞേയം. ജ്ഞേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടേണ്ടത് എന്താണ്. ഈ ജ്ഞാനത്തിലൂടെ ആരെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്? ആർക്ക് പറയാം? ഈ ജ്ഞാനത്തിലൂടെ എന്താണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഭഗവാനെ. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അത് ഇവിടെ പറയുന്നു. 13 ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി ജ്ഞാത്വാമൃതമശ്നുതേ അനാദിമത്പരം ബ്രഹ്മ ന സത്തന്നാ സദുച്യത്തെ. ഏതൊന്നിന്റെ അറിവാണോ സനാതനമായതിനെ ഉതകുമോ ജ്ഞേയമായ അതിനെപ്പറ്റി ഞാൻ വിവരിച്ചു തരാം. അനാദിയും എന്നെ ആശ്രയിച്ചുള്ളതുമാണ് ബ്രഹ്മം. ഭൗതിക ലോകത്തിലെ കാര്യകാരണങ്ങൾക്ക് അതീതമാണത്. കർമ്മക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ച് ഭഗവാൻ പ്രതിപാദിച്ചു കഴിഞ്ഞു. ക്ഷേത്രജ്ഞനെ അറിയേണ്ടതെങ്ങനെ എന്ന് വിശദീകരിച്ചു. ഇനി അറിയേണ്ടവയെ ആദ്യം ജീവാത്മാവിനെ കുറിച്ചും പിന്നെ പരമാത്മാവിനെ കുറിച്ചും പറയുന്നു. ക്ഷേത്രജ്ഞരായ ഈ 2 പേരെയും അറിയുന്നവർക്ക് ജീവിതത്തിൽ അമൃതം നുകരാം. 2-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചതുപോലെ ജീവസത്ത ശാശ്വതനാണ്. ഇതിവിടെ ഊന്നി പറയുന്നുണ്ട്. ജീവന്റെ ഉത്പത്തിയെക്കുറിച്ച് ആർക്കും വ്യക്തമായി അറിയില്ല. ഭഗവാനിൽ നിന്നുള്ള ജീവാത്മാവിന്റെ ആവിർഭാവത്തെ ചരിത്രം ആരും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ നിലയ്ക്ക് ഇത് തുടക്കമില്ലാത്തതാണ്. ഇത് വൈദിക സാഹിത്യം സ്ഥിരീകരിക്കുന്നു. ന ജായതേ മ്രിയതേ വാ വിപശ്ചിത് എന്ന് കഠോപനിഷത്ത്. ശരീരത്തിന്റെ ജ്ഞാതാവ് ഒരിക്കലും ജനിക്കുന്നില്ല, ഒരിക്കലും മരിക്കുന്നില്ല. തികഞ്ഞ ജ്ഞാനമയവുമാണ്. പ്രധാന ക്ഷേത്രജ്ഞ പതുഗുണേശ എന്ന ശ്വേതാശ്വതരോപനിഷത്ത് ഭഗവാനെ പരമാത്മാവായി വൈദിക സാഹിത്യത്തിലും പറയുന്നുണ്ട്. പ്രധാന ക്ഷേത്രജ്ഞനും പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനുമാണ് പരമാത്മാവ്. ദാസഭൂത ഹരേരേവ നാന്യസ്യൈവ കഥാചന എന്ന സ്മൃതി. ജീവാത്മാക്കൾ എന്നെന്നും ഭഗവത് സേവകരാണെന്നർത്ഥം. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഉപദേശങ്ങളും ഇത് സ്ഥിരീകരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ ശ്ലോകത്തിൽ ബ്രഹ്മമെന്ന് പറഞ്ഞിട്ടുള്ളത് ജീവാത്മാവിനെ സംബന്ധിക്കപ്പെടുത്തിയാണ്. ജീവാത്മാവിനെ കുറിക്കുമ്പോൾ ബ്രഹ്മപദം ആനന്ദ ബ്രഹ്മത്തെയല്ല, വിജ്ഞാന ബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പരംബ്രഹ്മമായ ഭഗവാനാണ് ആനന്ദ ബ്രഹ്മം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ജ്ഞേയം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിനെ പറ്റിയുള്ള അറിവാണ് ആദ്യം ഇവിടെ ജ്ഞേയമായിട്ട് പറയുന്നത്. നമുക്ക് ആദ്യം ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് ആദ്യത്തെ അറിയേണ്ടത്. അതിനുശേഷമാണ് പരമാത്മാവിനെ പറയുന്നത്. അതാണ് അടുത്തതിൽ 14 സർവത പാണിപാദം തത് സർവതോക്ഷിശിരോമുഖം സർവത ശ്രുതിമല്ലോകെ സർവമാവൃത്യ തിഷ്ഠതി. കൈകാലുകളും തലകളും മുഖങ്ങളും നേത്രങ്ങളും ചെവികളും എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ട് പരമാത്മാവ് സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ ആത്മാവിനെ പറ്റി, ഇവിടെ പരമാത്മാവിനെ പറ്റി. എണ്ണമറ്റ രശ്മികൾ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെ പോലെയാണ് പരമാത്മാവ്, അഥവാ പരമദിവ്യോത്തമ പുരുഷൻ. സർവവ്യാപ്തമായ രൂപത്തിൽ അദ്ദേഹം നിലകൊള്ളുന്നു. സകല ജീവജാലങ്ങളെയും അത് ഉൾക്കൊള്ളുന്നു. ആദിമ മഹാഗുരുവായ ബ്രഹ്മാവ് മുതൽ കൊച്ചുറുമ്പ് വരെയുള്ള എല്ലാ വ്യക്തിഗത ജീവസത്തകളും ഭഗവത് ശരീരത്തിൽ വാഴുന്നുണ്ട്. അതുകൊണ്ട് എണ്ണമറ്റ കൈകളും കാലുകളും നേത്രങ്ങളും അസംഖ്യം ജീവികളും പരമാത്മാവിൻ്റെ ഈ ശരീരത്തിൽ നിലകൊള്ളുന്നു. ഈ പരമാത്മാവ് സർവവ്യാപിയും ആണ്. ഈ പരമാത്മാവ് സർവവ്യാപിയും ആണ്. വ്യക്തിഗത ജീവാത്മാവ് എല്ലായിടത്തും കൈകാലുകളോ കണ്ണുകളോ ഉണ്ടെന്ന്
പറയാനാവില്ല, അത് സാധ്യമാവില്ല. തൻ്റെ കൈകാലുകൾ എങ്ങും വ്യാപിച്ചിട്ടുണ്ടെന്നും അജ്ഞാനം കൊണ്ടാണ് തനിക്ക് അറിയാത്തതെന്നും യഥാർത്ഥ ജ്ഞാനം ഉദിച്ചാൽ അത് ബോധ്യപ്പെടുമെന്നുമാണ് ജീവൻ ഓർക്കുന്നതെങ്കിൽ ആ ധാരണ മഹാ അബദ്ധം തന്നെ. വ്യക്തിഗതനായ ആത്മാവ് ഭൗതിക പ്രകൃതിയുടെ പരിമിതികളാൽ ബദ്ധനാകയാൽ പരമോത്കൃഷ്ടൻ ആകില്ല. ഭഗവാൻ ഈ ജീവനിൽ നിന്ന് വ്യത്യസ്തനാണ്. ഭഗവാന് തൻ്റെ കൈ സീമാതീതമായി നീട്ടാം. വ്യക്തിഗത ജീവാത്മാവിന് ആ കഴിവില്ലതാനും. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, തനിക്ക് ആരെങ്കിലും ഒരു പൂവോ ഫലമോ കുറച്ച് വെള്ളമോ തന്നാൽ താനിത് സ്വീകരിക്കുമെന്ന്. ഭഗവാൻ അതിദൂരസ്ഥനാണെങ്കിൽ അതെങ്ങനെ സാധ്യമാവും? ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്വന്തം ധാമത്തിലിരിക്കുന്നത് കൊണ്ട് ഭക്തന്റെ ഉപഹാരം അവിടുന്ന് സ്വീകരിക്കും. ഇതാണ് പരമപുരുഷന്റെ സർവശക്തിത്വം. ഗോലോക ഏവ നിവസത്യ അഖിലാത്മഭൂത എന്നാണല്ലോ ബ്രഹ്മസംഹിത പറയുന്നത്. തൻ്റേതായ ദിവ്യഗ്രഹത്തിൽ സദാ വിഹരിച്ചുകൊണ്ടിരിക്കെ തന്നെ സർവവ്യാപിയുമാണ് അദ്ദേഹം. ഈ സർവവ്യാപ്തം വ്യക്തിഗത ജീവാത്മാവിന് അവകാശപ്പെടാനാകുന്നതല്ല. തന്മൂലം ഈ ശ്ലോകം നിർദ്ദേശിക്കുന്നത് വ്യക്തിഗത ജീവാത്മാവിനെയല്ല, പരമാത്മാവായ ഭഗവാനെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നോക്കൂ എന്താണ്, സർവത പാണിപാദം, എല്ലായിടത്തും പാണിയും പാദവും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ഭഗവാൻ പരമാത്മരൂപേണ എല്ലാ ദിക്കിലും കുടികൊള്ളുന്നുണ്ട്. സർവതോക്ഷി ശിരോമുഖം, ഭഗവാന്റെ കണ്ണുകളും ശിരസ്സും മുഖവും എല്ലാ ദിക്കിലുമുണ്ട്. ശ്രുതിമത് ലോകെ സർവമാവൃത്യ തിഷ്ഠതി, എല്ലാ ദിക്കിലും നിലനിൽക്കുന്ന ഭഗവാൻ. ഇത് പരമാത്മ രൂപത്തിലാണ്. ഇത് ജീവാത്മാവല്ല, പരമാത്മാവാണ്.